വെൽക്കം ബാക്ക് ടു ലേണിനോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്ന അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ് എക്സാംസിനായിട്ടുള്ള പ്രീവിയസ് MCQ സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷനിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ലാസ്റ്റ് ഇയർ നടന്ന അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നടന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Question number 1. The magnetic field required to reduce the residual magnetization to zero is called. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് റിക്വയർഡ് ടു റെഡ്യൂസ് ദ റെസിഡ്യുവൽ മാഗ്നറ്റൈസേഷൻ ടു സീറോയിനെ എന്ത് ടേമിലാണ് പറയുന്നത് എന്നാണ്. ഓപ്ഷൻ എ റീറ്റൻറ്റിവിറ്റി, ഓപ്ഷൻ ബി കൊഹേഴ്സിവിറ്റി, ഓപ്ഷൻ സി ഹിസ്റ്റെറിസിസ്, ഓപ്ഷൻ ഡി സാച്ചുറേഷൻ മാഗ്നറ്റൈസേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ബി കൊഹേഴ്സിവിറ്റി ആണ്. അതായത് എന്താണ് ഈ കൊഹേഴ്സിവിറ്റി എന്ന് പറയുന്നത്? നമ്മളൊരു മാഗ്നറ്റിക്, അതായത് നമ്മളൊരു അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് വിച്ച് എ മാഗ്നറ്റിക് ലോസ്റ്റ് ഇറ്റ് മാഗ്നറ്റൈസേഷൻ പ്രോപ്പർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ കൊഹേഴ്സിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളുടെ മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടി, അതായത് മാഗ്നറ്റിൻ്റെ ആ മാഗ്നറ്റൈസേഷൻ പ്രോപ്പർട്ടി ലോസ്റ്റ് ആവുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ കൊഹേഴ്സിവിറ്റി എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എൻ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് വിച്ച് എ മാഗ്നറ്റ് ലോസ് ഇറ്റ് മാഗ്നറ്റൈസേഷൻ ആണ്. ഓക്കെ, അതുപോലെ ഒരു ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇൻ കേസ് ഓഫ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ എന്താണ് ഉണ്ടാവുന്നത്? അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻക്രീസ്ഡ് ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ. അല്ലേ, അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും റിവേഴ്സ് ഡയറക്ഷനിൽ. അറ്റ് ദ സെയിം പോയിന്റ് HC ദ സബ്സ്റ്റൻസ് കംപ്ലീറ്റ്ലി ലോസ്റ്റ് ഇറ്റ് മാഗ്നറ്റൈസേഷൻ. ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് എന്താണ്? കൊഹേഴ്സിവിറ്റി എന്നും പറയപ്പെടുന്നുണ്ട്. ഓക്കെ, സിമ്പിളായി പറയുകയാണെങ്കിൽ ആ മാഗ്നറ്റിക്കിൻ്റെ എന്ത് ലോസ്റ്റ് ആവുന്നതാണ്? മാഗ്നറ്റൈസേഷൻ പ്രോപ്പർട്ടി ലോസ്റ്റ് ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊഹേഴ്സിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, next question number 2. The Faraday's laws of electromagnetic induction and Lenz's law are summarized in the equation. നമുക്കറിയാവുന്നതാണ്, വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്ത്? നമുക്ക് ഫാരഡേസ് ലോയും അറിയാം, അതുപോലെ ലെൻസസ് ലോയും അറിയാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷനെ അത് എങ്ങനെയാണ് സമ്മറൈസ് ചെയ്യുന്നത്? രണ്ട് ഇക്വേഷൻസ് തമ്മിൽ. ഓക്കെ, ഓപ്ഷൻ എ E equal to LR, ഓപ്ഷൻ ബി E equal to L di by dt, ഓപ്ഷൻ സി E equal to minus d phi by dt, ഓപ്ഷൻ ഡി none of the above. അപ്പോൾ എങ്ങനെയാണ് ഈ ഫാരഡേസ് ലോയും അതുപോലെ എന്താണ് ലെൻസസ് ലോയും തമ്മിലുള്ള ഇക്വേഷൻ സമ്മറൈസ് ചെയ്തിട്ടുള്ളത് വരുന്നത് എങ്ങനെയാണ്? E equal to minus d phi by dt. അപ്പോൾ എന്താണ് ഈ നെഗറ്റീവ് എന്നൊക്കെ നമുക്കറിയാം അല്ലേ? E equal to എന്തിനാണ് നെഗറ്റീവ് സൈൻ? അത് ലെൻസസ് ലോയിനെയാണ് നെഗറ്റീവ് സൈൻ എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാവുന്ന ഒരു കേസാണ്. അപ്പോൾ ഫാരഡേസ് ലോ എന്താ സ്റ്റേറ്റ് ചെയ്യുന്നത്? ചേഞ്ചസ് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ EMF ഇൻ എ കോയിലാണ്. അതുകൂടാതെ ലെൻസസ് ലോ എന്താ സ്റ്റേറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഇൻഡ്യൂസ് ദ EMF പ്രൊഡ്യൂസ്ഡ് എ ഫ്ലക്സ് വിച്ച് ഒപ്പോസസ് ദ ഫ്ലക്സ് that generate this EMF ആണെന്ന് കൂടി നമുക്കറിയാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. വളരെ ഒന്ന് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നത് അല്ലേ? സിമ്പിളായിട്ട് നമ്മുടെ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക്സിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, Question number 3. The area of hysteresis loop is measure of. അതായത് hysteresis loop എന്തിനെയാണ് മെഷർ ചെയ്യുന്നത്? hysteresis loopൻ്റെ ഓപ്ഷൻ എ എനർജി ലോസ് പെർ സൈക്കിൾ, ഓപ്ഷൻ ബി മാഗ്നറ്റിക് ഫ്ലക്സ്, ഓപ്ഷൻ സി പെർമിയൻസ്, ഓപ്ഷൻ ഡി MMF പെർ സൈക്കിൾ. അപ്പോൾ എന്താണ് ഏരിയ ഓഫ് hysteresis loop ഈസ് എ മെഷർ ഓഫ്? എന്തിൻ്റെ മെഷർമെൻ്റ് ആണ്? നമ്മുടെ എനർജി ലോസ് പെർ സൈക്കിൾ ആണ് അല്ലേ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്? എനർജി ലോസ് പെർ സൈക്കിൾ ആണ്. ഓക്കെ, ദ എനർജി ലോസ് associated with hysteresis is proportion to the area of hysteresis loop ആണ്. അതുകൂടാതെ എന്താണ്? ഇറ്റ് ഈസ് എ മെഷർ ഓഫ് എനർജി ലോസ് പെർ സൈക്കിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണിത്. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് എന്താണ്? എനർജി ലോസ് പെർ സൈക്കിൾ ആണ്. അതുകൂടാതെ എന്താണ്? നമ്മുടെ ഹിസ്റ്റെറിസിസ് ലൂപ്പിൻ്റെ ഏരിയ കൂടും തോറും അതിൻ്റെ ഹിസ്റ്റെറിസിസ് ലോസും എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുകൂടി അറിഞ്ഞിരിക്കുക. ഹിസ്റ്റെറിസിസ് ലൂപ്പ് നമുക്ക് എന്താണെന്നൊക്കെ അറിയാം അല്ലേ? ആ ഹിസ്റ്റെറിസിസ് ലൂപ്പിൽ എന്തൊക്കെ കർവുകൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് എന്താണ് നമുക്ക് എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ ലാർജ് ആവും തോറും ഹിസ്റ്റെറിസിസ് ലൂപ്പിൻ്റെ ഏരിയ കൂടും തോറും എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതിൻ്റെ ലോസും എന്താവും? കൂടുതലാവുകയാണ് ചെയ്യാറുള്ളത്. Question number 4. The potential inside a charged hollow sphere is. എന്താണ്? ഒരു ചാർജ്ഡ് ഹോളോ സ്ഫിയറിനകത്തുള്ള പൊട്ടൻഷ്യൽ എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി ലെസ് ദാൻ ദാറ്റ് ഓൺ ദ സർഫസ്, ഓപ്ഷൻ സി സെയിം ആസ് ദാറ്റ് ഓൺ ദ സർഫസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു ചാർജ്ഡ് ഹോളോ സ്ഫിയറിനകത്തുള്ള പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ഇവിടെ നമ്മൾ 0 ഒക്കെ മാർക്ക് ചെയ്യാൻ നമുക്ക് തോന്നും, പക്ഷെ അതൊന്നും അല്ല. ആൻസർ എന്താണ്? ഈ സെയിം ആസ് ഓൺ ദ സർഫസ്. സർഫസിൽ എന്താണോ ചാർജ് അവിടെയുള്ളത് അത് തന്നെയായിരിക്കും കേട്ടോ. ഏതാണ്? ഈ സെയിം as that on the
സർഫസ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടിങ് സ്ഫിയർ അല്ലേ, ഒരു കണ്ടക്ടിങ് സ്ഫിയറിനുള്ള, അതായത് ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടിങ് സ്ഫിയർ എന്തായിരിക്കും, 0 ആണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ റിമെയിൻ എ കോൺസ്റ്റന്റ് അറ്റ് ദ വാല്യൂ റീച്ചസ് ടു ദ സർഫസ്. പൊട്ടൻഷ്യൽ എന്തായിരിക്കും, റിമെയിൻ കോൺസ്റ്റന്റ് ആണ്. അതുകൂടാതെ എന്താണ്, പിന്നെ കണ്ടക്ടർ ഈസ് അറ്റ് ഇക്വിലിബ്രിയം, അടുത്ത കണ്ടീഷൻ എന്താണ്, ഇക്വിലിബ്രിയം കണ്ടീഷനിലാണെങ്കിൽ ദ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻസൈഡ് എ കൺസ്ട്രെയിൻഡ് ടു ബി എന്തായിരിക്കും, അവിടെ 0 ആയിരിക്കും. സോ സിൻസ് ദ ഇലക്ട്രിക്കൽ ഫീൽഡ് ഈസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ, ദിസ് ഇംപ്ലൈസ് ദാറ്റ് വോൾട്ടേജ് ഇൻസൈഡ് എ കണ്ടക്ടർ അറ്റ് ഇക്വിലിബ്രിയം ഈസ് കൺസ്ട്രെയിൻഡ് ടു ബി കോൺസ്റ്റന്റ് അറ്റ് എ വാല്യൂ ഇറ്റ് റീച്ചസ് ദ സർഫസ് ഓഫ് ദി കണ്ടക്ടർ. അതാണ് സെയിം എന്ന് പറയാൻ കാരണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു കണ്ടക്ടിങ് സ്ഫിയറിനകത്തുള്ള ഇലക്ട്രിക്കൽ ഫീൽഡ് 0 ആണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ. അതുകൂടാതെ ഒരു കണ്ടക്ടർ അറ്റ് ഇക്വിലിബ്രിയത്തിൽ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻസൈഡ് ഇറ്റ് ഈസ് കൺസ്ട്രെയിൻഡ് ടു ബി 0. അതുകൂടി അറിഞ്ഞു വെക്കുക. അപ്പോൾ എന്താണ് അവിടെ, ഒരു പൊട്ടൻഷ്യൽ ഇൻസൈഡ് എ ചാർജ്ഡ് ഹോളോ സ്ഫിയർ എടുക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും, അതിൻ്റെ സർഫസിൽ എന്താണോ അത് തന്നെയായിരിക്കും, സെയിം ആസ് ഓൺ ദ സർഫസ് ആണ്. Question number 5. The ratio of magnetization to magnetizing force is called. എന്താണ് magnetization to magnetizing forceനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ റിലേറ്റീവ് പെർമിയബിലിറ്റി, ഓപ്ഷൻ ബി മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, ഓപ്ഷൻ സി മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഓപ്ഷൻ ഡി മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി. എന്താണ് റേഷ്യോ ഓഫ് മാഗ്നറ്റൈസേഷൻ ടു മാഗ്നറ്റിക് ഫോഴ്സ്? ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്, ഇതൊന്നും തെറ്റിക്കാൻ പാടില്ല കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് അതിന് പറയുന്നത്, മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് സബ്സ്റ്റൻസ് വെൻ ഷോ ഹൗ ഈസിലി എ സബ്സ്റ്റൻസ് ക്യാൻ ബി മാഗ്നറ്റൈസ്ഡ്. എത്ര പെട്ടെന്ന് അല്ലേ, എങ്ങനെയാണ് ഒരു സബ്സ്റ്റൻസ് മാഗ്നറ്റൈസ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നതിനെയാണ് അല്ലേ, അതിൻ്റെ പ്രോപ്പർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അതായത് റേഷ്യോ ഓഫ് ദ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഇൻ എ സബ്സ്റ്റൻസ് ടു ദ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി ആണ് നമ്മുടെ എന്ത്, മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അതായത് x=I/h, അതായത് I എന്ന് പറഞ്ഞാൽ എന്താണ്, മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി ആണ് അല്ലേ, ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി ആണ്. അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതിന് നോ യൂണിറ്റ്സും ഇല്ല, അതുപോലെ ഡയമെൻഷൻലെസ് ആണ്. ഓക്കെ, നോ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻസ് ആണ് എന്ത്, നമ്മുടെ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി. കുറച്ച് പോയിന്റ്സ് ആണ്, കാരണം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണോ വെക്ടർ ക്വാണ്ടിറ്റി ആണോ എന്ന് ചോദിച്ചിട്ട് വരാം ക്വസ്റ്റ്യൻസിലെ. മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഈസ് ഡാഷ് എന്ത് ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റി ആണെന്ന് നമുക്ക് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് സസെപ്റ്റബിലിറ്റി ചോദിച്ചാൽ എന്താണ്, എങ്ങനെയാണ് ഒരു സബ്സ്റ്റൻസ്, ദ പ്രോപ്പർട്ടി ഓഫ് എ സബ്സ്റ്റൻസ് വിച്ച് ഷോ ഹൗ ഈസിലി എ സബ്സ്റ്റൻസ് ക്യാൻ ബി മാഗ്നറ്റൈസ്ഡ് എന്നിനെയാണ് നമ്മളെന്ന് പറയുന്നത് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. Question number 6. A coil has a time constant of 2 seconds and an inductance of 4 Henry. If the coil is connected to 40 volt source, what will be the rate of rise of current in ampere per second at an instant of switching? അതെന്താണ് പറയുന്നത്, ഒരു കോയിലിൻ്റെ ടൈം കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിനകത്ത് എന്താണ് തന്നിട്ടുള്ളത്, നമ്മുടെ ടൈം കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്, L/R ആണ് അല്ലേ. ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് L/R = എന്താണ് തന്നിട്ടുള്ളത്, 2 എന്ന് തന്നിട്ടുണ്ട്. എന്താണ് തന്നിട്ടുള്ളത്, 2 എന്ന് തന്നിട്ടുണ്ട് നമ്മുടെ കേസിൽ. പിന്നെ എന്താണ് തന്നിട്ടുള്ളത്, ഒരു ഇൻഡക്റ്റൻസ് L = എത്രയാണ്, 4 ഹെൻറിന്ന് ഇൻഡക്റ്റൻസ് തന്നിട്ടുണ്ട്. അത് കണക്ട് ചെയ്തിട്ടുള്ളത് എത്രയാണ്, ഒരു വോൾട്ടേജ് വന്നിട്ട് എത്രയാണ്, 40 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. 40 വോൾട്ട് സോഴ്സിലേക്ക് കണക്ട് ചെയ്യുന്നെങ്കിൽ വാട്ട് വിൽ ബി ദ റൈസ് ഓഫ് ദ കറന്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, ആംപിയർ പെർ സെക്കൻഡ് അറ്റ് എ ഇൻസ്റ്റന്റ് ഓഫ് സ്വിച്ചിങ്. അതുകൂടി നോക്കണം, അറ്റ് എൻ ഇൻസ്റ്റന്റ് ഓഫ് സ്വിച്ചിങ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലേ. അറ്റ് എ ഇൻസ്റ്റന്റ് ഓഫ് സ്വിച്ചിങ് പറയുമ്പോൾ നമ്മൾ ഈ ഒരു സർക്യൂട്ട് വരയ്ക്കുമ്പോൾ എന്താണ്, ഇതിലൊരു റെസിസ്റ്റർ ഉണ്ടാവും അല്ലേ, ഇതിലൊരു എന്തുണ്ടാകാം, നമുക്കൊരു ഇങ്ങനെയായിരിക്കും നമ്മുടെ സർക്യൂട്ട്. ഒരു ഇൻഡക്റ്റൻസ് ഉണ്ട്, RL സർക്യൂട്ട് പോലെയാണ്. അതിലെന്താണ്, ഒരു സ്വിച്ച് നമ്മൾ കണക്ട് ചെയ്യാം. നമ്മളൊരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ്, +- 40 വോൾട്ട് അല്ലേ, 40 വോൾട്ട് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെയാണെങ്കിൽ ഇതിൽ L ഉണ്ട്, എത്രയാണ്, 4 ഉണ്ട് അല്ലേ, റെസിസ്റ്റർ ഉണ്ട്. RL സർക്യൂട്ടായിട്ട് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇത് സ്വിച്ച് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഒരു ഇൻഡക്ടറിൽ അത് അറ്റ് ടൈം 0 t = 0 ആവുന്ന കേസിൽ എന്താണ് സംഭവിക്കുന്നത്, കറന്റ് ടു ദ ഇൻഡക്ടർ, കറന്റ് ഇൻഡക്ടറിലൂടെ പോകുന്ന കറന്റ് എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. ഇൻഡക്ടറിലൂടെ പോകുന്ന കറന്റ് ഇൻഡക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് എന്തായിരിക്കും, അവിടെ 0 ആയിരിക്കും അല്ലേ. അപ്പോൾ എൻറ്റയർ വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്ന ഈ 40 വോൾട്ട്, നമ്മൾ കൊടുക്കുന്ന ഈ എൻറ്റയർ 40 വോൾട്ട് ഇതിലൂടെ പാസ് ചെയ്യും, ഈ ഇൻഡക്ടറിലൂടെ
പാസ് ചെയ്യും അറിഞ്ഞിരിക്കുക അല്ലേ. എൻ്റെ 40 വോൾട്ട് ഇതിലൂടെയാണ് നമ്മൾ പാസ് ചെയ്യുന്നത് അറ്റ് t = 0 എന്ന ഒരു കേസിൽ എന്താണ് കറണ്ട് അതായത് കറണ്ട് ത്രൂ ഇൻഡക്ടർ വന്നിട്ട് എന്തായിരിക്കും 0 ആയിരിക്കും. പിന്നെ എന്താണ് ഒരു പ്രത്യേകത, എൻ്റെ 40 വോൾട്ടും നമ്മൾ ഇതിലൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്, ഇൻഡക്ടറിലൂടെയാണ് പാസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻസ് വന്നിട്ട് എങ്ങനെയാണ് വരുന്നത്, നമ്മുടെ വോൾട്ടേജ് ഇക്വേഷൻ 40 വോൾട്ട് അതിലൂടെ പാസ് ചെയ്യുമ്പോൾ 4 di/dt ആയിരിക്കും. സോ നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്, di/dt എന്ന് പറയുന്നത് di/dt = എന്താണ് 40/4 ആവുമ്പോൾ എത്രയാണ് 10 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത് ആൻസർ ആയിട്ട് വരുന്നത്. എത്രയാണ് ആൻസർ ആയിട്ട് വരുന്നത് 10. അതായത് ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അത് നോക്കി അറ്റ് ഇൻസ്റ്റന്റ് ഓഫ് സ്വിച്ചിങ് ഉണ്ട് ക്വസ്റ്റ്യനിൽ, അതുകൂടി ഓർത്ത് വെക്കുക കേട്ടോ. കറണ്ട് റേറ്റിംഗ് വന്നിട്ട് എത്രയാണ് 10 ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Question number 7. Energy stored in an inductive coil is dash to the square of a current. വളരെ എളുപ്പം അല്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ, ഓപ്ഷൻ ബി ഈക്വൽ, ഓപ്ഷൻ സി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. എന്താണ് ഇൻഡക്ടറിൽ കാണുന്നത് നമുക്കറിയാം. എന്താണ് എനർജി സ്റ്റോർഡ് ഇൻ എ ഇൻഡക്ടർ = എന്താ ഫോർമുല, ½ Li² ആണ് അല്ലേ. ½ Li² ആണ്. ഇതറിയാത്തതായിട്ട് ആർക്കും ഉണ്ടാവില്ല. വളരെ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിൽ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, എനർജി സ്റ്റോർഡ് ഇൻ എൻ ഇൻഡക്റ്റീവ് കോയിൽ ഈസ് ഡാഷ് ടു ദ സ്ക്വയർ ഓഫ് കറണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായിരിക്കും, ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ. ഈക്വേഷൻ വരുമ്പോൾ എന്താണത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് വരുന്നത്. എനർജി സ്റ്റോർഡ് ഇൻ എൻ ഇൻഡക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് കറണ്ട് ആണ്. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. Question number 8. The two inductance coil A and B in series with the axis of one coil perpendicular to the axis of the another, then the mutual inductance is എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2.5, ഓപ്ഷൻ സി 0, ഓപ്ഷൻ ഡി 5. അപ്പോൾ ഇതിനകത്ത് എന്താണ് ചോദിച്ചിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കോയിൽ ഉണ്ട് അല്ലേ. ഇൻഡക്റ്റൻസ് കോയിൽ എന്താണ് L1 L2 എന്ന് വിചാരിക്കുക. ഫ്ലക്സ് ലിങ്കേജ് ബിറ്റ്വീൻ ദ കോയിൽ. ഇത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻഡക്റ്റൻസ് കോയിൽ A and B ഇൻ സീരീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇൻ സീരീസ് വിത്ത് ആക്സിസ് ഓഫ് വൺ കോയിൽ ഈസ് പെർപെൻഡിക്കുലർ. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കോയിൽ എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആൻഡ് ആക്സിസ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് അല്ലേ അതർ ദെൻ ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്നാണ്. പെർപെൻഡിക്കുലറിൻ്റെ കേസിൽ എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലക്സ് ലിങ്കേജ് ബിറ്റ്വീൻ കോയിൽ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇവിടെ എന്താണ് ഫ്ലക്സ് ലിങ്കേജ് വന്നിട്ട് എന്തായിരിക്കും 0 ആയിരിക്കും. റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്സിസ് എന്താണ്, ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആക്സിസ് എന്താണ്, ഒരു കോയിലിൻ്റെ ആക്സിസ് എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ എന്നാണ്. പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആവുമ്പോൾ അതെന്തായിരിക്കും 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. Question number 9. The self-inductance of coil A is LA and that of coil B is LB. By keeping mutual inductance between the coil same, if the self-inductance of coil B is increased 4 times, what will be the change in coupling coefficient K? എന്താണ് ചോദിച്ചിട്ടുള്ളത്, രണ്ട് കോയിൽ ഉണ്ട് അല്ലേ. എന്താ പറഞ്ഞിട്ടുള്ളത്, രണ്ട് കോയിൽ ഉണ്ട് അല്ലേ. കോഫിഷ്യന്റ് ഓഫ് കപ്ലിങ്ങിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, എന്നാൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻസും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് കോയിൽ, ഒരു കോയിലിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് പറയുന്നത് LA ആണെങ്കിൽ കോയിൽ B വന്നിട്ട് LB ആണെങ്കിൽ എന്താണ് പറയുന്നത്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ദ കോയിൽസ് ആർ സെയിം. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താണ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M = മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താണ് K × റൂട്ട് എന്താണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് പറയുന്നത് K, കോഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് K × റൂട്ട് ഓഫ് എന്താണ് L1 L2. ഇതല്ലേ ഇക്വേഷൻ നമ്മുടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. L1 L2 ആണ് നമുക്ക് അല്ലേ. അതിലെന്താ പറഞ്ഞിട്ടുണ്ട്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ദ കോയിൽസ് സെയിം അല്ലേ. അപ്പോൾ ഇഫ് ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് കോയിൽ ഈസ് ഇൻക്രീസ്, സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് കോയിൽ എന്താണ് കോയിൽ B ഇൻക്രീസ്ഡ് എത്രയാണ് 4 ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ 4 ടൈംസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ കോഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ്. ചേഞ്ച് ഇൻ കോഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് പറഞ്ഞാൽ Kൻ്റെ വാല്യൂ, ചേഞ്ചിങ് കോഫിഷ്യന്റ് ഓഫ് ദ കപ്ലിംഗ്. അപ്പോൾ കോഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് K എന്ന് പറയുമ്പോൾ എന്താണ് m by എന്താണ് റൂട്ട് ഓഫ് L1 L2 ആണ് അല്ലേ. അപ്പോൾ അതിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, കോയിൽ B എത്രയാണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്, കോയിൽ B ഇൻക്രീസ് ചെയ്യുന്നത് എത്രയാണ് 4 ടൈംസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. 4 ടൈംസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ നമ്മൾ റീറൈറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും,
ഇതിൻ്റെ ഇക്വേഷൻ റീറൈറ്റ് ചെയ്യുമ്പോൾ എന്താ എങ്ങനെ വരും? k ഈക്വൽ ടു m ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 4L1 L2 എന്ന് വരില്ലേ? 4L1 L2 എന്ന് വരും അല്ലേ? അപ്പോൾ ഇതിലെന്താണ് നമുക്കറിയാം m എന്താ പറയുന്നത് m ബൈ ഇതിനെ നമുക്ക് എന്താണ് വെളിയിലേക്ക് എടുക്കാം. ഈ 4നെ വെളിയിലേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? 4നെ വെളിയിലേക്ക് എടുക്കുമ്പോൾ എങ്ങനെ വരും? k ഈക്വൽ ടു ഇങ്ങനെ എഴുതാം ഇക്വേഷന് നമുക്ക് m ഡിവൈഡഡ് ബൈ 2 റൂട്ട് L1 L2 എന്ന് എഴുതാം. ഈ എന്താ പറയുന്നത് m റൂട്ട് L1 L2 എന്ന് പറഞ്ഞാൽ എന്താണ്? k ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഈ kനെ k1 ഈക്വൽ ടു k/2 എന്ന് എഴുതാം. അതായത് ഹാഫ് ആയിട്ട് റെഡ്യൂസ്ഡ് ബൈ ഹാഫ് ആയിട്ട് മാറി എന്ന് പറയാം. ഇതിൽ ഓപ്ഷനിൽ എന്താണ്? റെഡ്യൂസ്ഡ് ബൈ ഹാഫ് ആണ്. ഓപ്ഷൻ ബി എന്താണ്? ഇൻക്രീസ്ഡ് 2 ടൈംസ് ആണ്. ഓപ്ഷൻ സി എന്താണ്? ഇൻക്രീസ് 4 ടൈംസ് ആണ്. ഓപ്ഷൻ ഡി റെഡ്യൂസ്ഡ് ബൈ 1/4 എന്നാണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്താണ് പറയുന്നത്? റെഡ്യൂസ്ഡ് ബൈ ഹാഫ് ആണ് വരുന്നത്. എന്താണ് കറക്റ്റ് ആൻസർ വരുന്നത്? റെഡ്യൂസ്ഡ് ബൈ ഹാഫ് ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. The magnetic susceptibility of a paramagnetic material is. ഇതെങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ഈ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഡയ ചോദിക്കാം, പാര ചോദിക്കാം, ഫെറോ ചോദിക്കാം, ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ചോദിക്കാം. ഓപ്ഷൻ എ ലെസ് ദാൻ 1 ബട്ട് പോസിറ്റീവ്, ഓപ്ഷൻ ബി ലെസ് ദാൻ 1 ബട്ട് നെഗറ്റീവ്, ഓപ്ഷൻ സി മോർ ദാൻ 1, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഓഫ് എ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെസ് ദാൻ 1 ആയിരിക്കും. അതുകൂടാതെ എന്താണ്? അതൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഓരോ മെറ്റീരിയലിൻ്റെയും നോക്കാം. അപ്പോൾ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഫീബിൾ മാഗ്നറ്റൈസേഷൻ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡാണ് എന്ന് നമ്മുടെ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ എന്താണ് പറയുന്നത്? അതിൻ്റെ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി പറഞ്ഞാൽ അത് സ്മാളും ആയിരിക്കും, അതുപോലെ അത് നെഗറ്റീവ് ആയിരിക്കും. അറിഞ്ഞിരിക്കുക. അതായത് അതിന് എക്സാമ്പിൾ വരുന്നത് ബിസ്മത്ത്, കോപ്പർ, ലെഡ്, സിങ്ക് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെവലപ്പ് ഫീബിൾ മാഗ്നറ്റൈസേഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റൈസിങ് ഫീൽഡ് ആണ്. അതായത് അട്രാക്റ്റഡ് ബൈ ദ മാഗ്നറ്റ്സ് ആണ്. അതുകൂടാതെ ഇറ്റ്സ് ടെൻഡ് ടു മൂവ് ഫ്രം വീക്കർ ടു സ്ട്രോങ്ങർ പാർട്ട് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഇതിൻ്റെ സസെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മാൾ ആൻഡ് പോസിറ്റീവ് ആണ്. അതായത് ലെസ് ദാൻ 1 ആൻഡ് പോസിറ്റീവ് എന്നാണ് പറയുന്നത്. അതായത് മാഗ്നീസ്, അലുമിനിയം, ക്രോമിയം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചിലപ്പോൾ എക്സാമ്പിൾ റിലേറ്റഡ് ആയിട്ട് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അടുത്തത് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എടുക്കുമ്പോൾ എന്താണ്? ദാറ്റ് ഡെവലപ്പ് ദ മാഗ്നറ്റൈസേഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റൈസിങ് ഫീൽഡ് ആണ്. അതായത് സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ ദ മാഗ്നറ്റ് ആണ് നമ്മുടെ എന്താ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ലേ? അപ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എങ്ങനെയായിരിക്കും? വളരെ കൂടുതലായിരിക്കും. അതുകൂടാതെ അത് പോസിറ്റീവ് ആയിരിക്കും. എക്സാമ്പിൾ എന്താണ്? അയേൺ, കൊബാൾട്ട്, നിക്കൽ ഒക്കെ അതിനെന്തിനാ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഇത് മോസ്റ്റ്ലി ഞാൻ ഈ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത് എങ്ങനെയാണ്? നമ്മുടെ മാഗ്നറ്റൈസേഷൻ അതുപോലെയുള്ളത് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക്സ് അതുപോലെ മാഗ്നറ്റൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ എന്താണ് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഒരുപാട് കണ്ടിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണ് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, അതുപോലെ എന്താണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഒന്നും വിടരുത്, എല്ലാം നന്നായി നോക്കി പോവാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.